ജോസഫ്, പ്രതിപക്ഷ നേതാവ് എത്തിയിരിക്കുന്നു. മറ്റാരൊക്കെയുണ്ട് സംഘത്തിൽ? മറ്റു വിവരങ്ങൾ എങ്ങനെ? അല്പസമയം മുമ്പാണ് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും അതുപോലെ തന്നെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായ MV ജയരാജനും ഈ അപകട സ്ഥലത്തെത്തി. ഇപ്പോൾ മീനാക്ഷി പാലത്തിനപ്പുറം ഈ അപകട ഭൂമി നേരിട്ട് കണ്ട് മനസ്സിലാക്കുകയാണ്. ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെയുണ്ട്. മന്ത്രി AP അനിൽകുമാർ ഈ കാര്യങ്ങൾ വിശദീകരിച്ച് കൊടുക്കുന്നുണ്ട്. എന്തായാലും എങ്ങനെയാണ് ഈ അപകടമുണ്ടായത്, എന്തൊക്കെയാണ് ഇനി മുന്നിലുള്ള പ്രതിസന്ധികൾ എന്ന കാര്യങ്ങളിലാണ് പ്രധാനമായും ഈ കാര്യങ്ങൾ കണ്ട് മനസ്സിലാക്കുന്നതെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. എന്തായാലും ഇന്ന് വ്യാപകമായ രീതിയിലുള്ള തെരച്ചിലാണ് നടക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ 3 JCB ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളായിരുന്നു തെരച്ചിലിനെങ്കിൽ ഇന്ന് 6ലധികം JCBകൾ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇപ്പോൾ തെരച്ചിൽ പുരോഗമിക്കുന്നത്. ഈ സന്ദർശനത്തിന് ശേഷം ഈ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും സംഘവും ചികിത്സയിൽ കഴിയുന്നവരെ നേരിട്ട് കാണും. അതിനുശേഷം ഈ ക്യാമ്പിൽ കഴിയുന്നവരുമായി ആശയവിനിമയം നടത്തുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പിന്നീട് 11 മണിയോടുകൂടി ഇത്തരത്തിൽ ഒരു വാർത്താ സമ്മേളനവും വിളിച്ചു ചേർത്തിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ ഇനി മുന്നോട്ടുള്ള കാര്യങ്ങൾ, ഇത് രണ്ടും ഏറെ പ്രധാനപ്പെട്ടതാണ്. ഈ സർക്കാർ സംവിധാനങ്ങളെ പോലെ ഏറ്റവും കൂടുതൽ പിന്തുണ വേണ്ടത് ഇത്തരം സന്ദർഭങ്ങളിൽ പ്രതിപക്ഷത്തിന്റേത് കൂടിയാണ്. ആദ്യഘട്ടത്തിൽ തന്നെ പിണറായി വിജയൻ ഇതുമായി ബന്ധപ്പെട്ട് ദുരന്തം നടന്ന ഘട്ടത്തിൽ തന്നെ ഇത് വ്യക്തമാക്കിയതാണ്. എല്ലാവിധ പിന്തുണയും സർക്കാരിന്റെ പ്രവർത്തനങ്ങൾക്കുണ്ടാകും. ദുരന്ത രക്ഷാപ്രവർത്തനത്തിനും ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്കും ഉൾപ്പെടെയുള്ള നിരുപാധികമായ പിന്തുണയാണ് സർക്കാരിന് വാഗ്ദാനം ചെയ്തത്. അതിന്റെ ഒരു തുടർ പ്രതിഫലനം എന്ന രീതിയിൽ ഇനി വരും ദിവസങ്ങളിലും വരും കാര്യങ്ങളിലുമെല്ലാം ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും വരുത്തിവെച്ച വിനയാണോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ വലിയ രീതിയിലുള്ള തർക്കങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും പ്രതിപക്ഷം ഒരു കടന്നാക്രമണത്തിലേക്ക് കടന്നിട്ടില്ല. എന്തായാലും ആദ്യം ഈ രക്ഷാപ്രവർത്തനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പൂർത്തിയാക്കട്ടെ. അതിനുശേഷമായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട് കൂടിയാലോചനകളും വിദഗ്ധരുടെ ഉൾപ്പെടെ അഭിപ്രായം തേടിക്കൊണ്ട് ബദൽ മാർഗങ്ങൾ ഉൾപ്പെടെ ആലോചിക്കുന്ന കാര്യങ്ങളിലേക്ക് കടക്കുക. എന്തായാലും ഇപ്പോൾ അദ്ദേഹം ഇപ്പോൾ കൂടിക്കാഴ്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ദുരന്ത ഭൂമിയിൽ സൈറ്റ് എഞ്ചിനീയർമാർ, രക്ഷാദൌത്യത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർ, മന്ത്രിമാർ, ജനപ്രതിനിധികൾ, നാട്ടുകാർ എന്നിവരോടാണ് ഈ ആശയവിനിമയം നടത്തുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ, അതിന് എല്ലാവിധ പിന്തുണയും നൽകുക, ആ പിന്തുണ അറിയിക്കാൻ കൂടിയാണ് അദ്ദേഹം ഇന്ന് വയനാട്ടിലെത്തിയത്. എന്തായാലും കാര്യക്ഷമമായ തന്നെ രീതിയിൽ ഇന്ന് തെരച്ചിൽ നടക്കുന്നുണ്ട്. ഇതുവരെ മഴ വിട്ടുനിന്നിരുന്നു, പക്ഷേ ഇപ്പോൾ മഞ്ഞ് മൂടിക്കെട്ടിയ ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരിക്കുകയാണ്. മാത്രമല്ല മഴയും പെയ്തിറങ്ങുന്നുണ്ട്. അത് ഒരു ഭീഷണിയായി തന്നെ നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ്. എന്തായാലും രാവിലെ നടത്തിയ പരിശോധന അത് ഫലപ്രദമായിരുന്നു. രാവിലെ ഒരാളുടെ മൃതദേഹം കണ്ടെത്തി. UP സ്വദേശി അസറുദ്ദീൻ അൻസാരിയുടേതാണ് എന്നാണ് പ്രാഥമികമായി ലഭിച്ചിട്ടുള്ള വിവരം. അദ്ദേഹത്തിന്റെ മൃതദേഹമാണ് എന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. അത്തരത്തിലൊരു സൂചനയാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. മൃതദേഹം ഇപ്പോൾ വൈത്തിരിയിലെ താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അവിടെ നിന്ന് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി ഉടൻ തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റും. മൃതദേഹം തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ടെങ്കിൽ DNA പരിശോധന ഉൾപ്പെടെ മാറ്റിവെക്കും. അതിനുശേഷം ബോഡി എംപാം ചെയ്ത് നാട്ടിലെത്തിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ആരംഭിക്കുമെന്നാണ് ഇപ്പോൾ AP അനിൽകുമാർ വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും ഒന്നാമത്തെ സോണിൽ നടത്തിയ പരിശോധനയിലാണ് ആദ്യ മൃതദേഹം കണ്ടെത്തിയത്. ഈ യന്ത്ര സാമഗ്രികളും അതുപോലെ തന്നെ ഈ കെട്ടിടത്തിന്റെ നിർമ്മാണ അവശിഷ്ടങ്ങളും അടിഞ്ഞുകൂടിയതിന്റെ ഇടയിൽ നിന്നാണ് ഈ മൃതദേഹം കണ്ടെത്തിയതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഈ ഭാഗം കേന്ദ്രീകരിച്ച് കൂടുതലായി പരിശോധന നടത്താൻ കൂടി ഒരുങ്ങുകയാണ്. കാരണം ഈ ഭാഗത്ത് കൂടുതലായി തൊഴിലാളികൾ കുടുങ്ങിയിട്ടുണ്ടാകും എന്നൊരു കാര്യമാണ് ഇപ്പോൾ അനുമാനിക്കപ്പെടുന്നത്. മാത്രമല്ല ഇതുകൂടാതെ തന്നെ ഈ പുഴയുടെ ഭാഗത്തും, അതായത് നേരത്തെ കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും ഈ പുഴയിൽ ഇറങ്ങിയുള്ള ഒരു പരിശോധന ഉണ്ടായിരുന്നില്ല. ഇന്ന് പുഴയിൽ ഇറങ്ങി ഉള്ള ഒരു പരിശോധനയ്ക്കും കൂടുതൽ പരിഗണന നൽകുന്നുണ്ട് എന്നാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. എന്തായാലും നിരവധിയായിട്ടുള്ള വാഹനങ്ങൾ, യന്ത്രസാമഗ്രികൾ, ബൂം എക്സ്കവേറ്ററുകൾ ഉൾപ്പെടെ എത്തിച്ചുകൊണ്ടുള്ള പരിശോധന രാവിലെ മുതൽ തന്നെ കാര്യക്ഷമമായി തന്നെ മുന്നോട്ട് നീങ്ങുകയാണ്. കുടുംബം, അതായത് ഈ കാണാതായ തൊഴിലാളികളുടെ കുടുംബം വലിയ ആശങ്കകൾ പങ്കുവച്ചിരുന്നു. മൃതദേഹം കണ്ടെത്തണം എന്ന കാര്യമാണ് അവർ പ്രധാനമായും ആവശ്യപ്പെട്ടത്. ഇത് അനുഭാവപൂർവ്വം പരിഗണിക്കുമെന്ന കാര്യമാണ് ഇന്നലെ ഉന്നതതല യോഗം, അവലോകന യോഗം ചേർന്നതിന് ശേഷം മുഖ്യമന്ത്രി വ്യക്തമാക്കിയത്.
കൂടാതെ ഈ അപകടസ്ഥിതിയിൽ ആരെങ്കിലും താമസിക്കുന്നുണ്ടെങ്കിൽ അവരെ പൂർണ്ണമായും സർക്കാർ ഏറ്റെടുക്കും, അവരെ മുഴുവനായി പുനരധിവസിപ്പിക്കും എന്ന കാര്യമാണ് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഇന്നലെ വ്യക്തമാക്കിയത്. അതിന് പ്രതിപക്ഷത്തിന്റെ പൂർണ്ണ പിന്തുണ ഉണ്ടാകുമെന്ന് പ്രതിപക്ഷ നേതാക്കൾ ഇതിനോടകം തന്നെ അറിയിച്ചതാണ്. പ്രതിപക്ഷത്തിന്റെ ഒരു ഐക്യം, ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഉള്ള ഒരു ഐക്യം അത് പ്രകടിപ്പിക്കുന്നതിന് വേണ്ടിയാണ് മുൻ മുഖ്യമന്ത്രി കൂടിയായ പിണറായി വിജയൻ ഈ ദുരന്ത ഭൂമിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. CPM സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള എം വി ഗോവിന്ദൻ, അതുപോലെ തന്നെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MV ജയരാജൻ തുടങ്ങിയവരാണ് ഈ ദൌത്യ സംഘത്തിൽ എത്തിയിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ സന്ദർശനം ഇവിടുത്തെ പൂർത്തിയാക്കി നേതാക്കൾ മടങ്ങുകയാണ്. അതിനുശേഷം ഇവർ ഈ ചികിത്സയിൽ കഴിയുന്ന മേപ്പാടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നവരെ നേരിട്ട് സന്ദർശിക്കും. അതിനുശേഷം ഈ ക്യാമ്പുകളിലുള്ളവരെ സന്ദർശിക്കും. ആകുലപ്പെടുത്തുന്ന, ആശങ്കപ്പെടുത്തുന്ന സാഹചര്യമുണ്ടോ എന്ന കാര്യങ്ങൾ ഉൾപ്പെടെ വിലയിരുത്തും. അതിനുശേഷം മാധ്യമങ്ങളെ കാണുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ടതും ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യം, ഇന്ന് രാവിലെ നടത്തിയ തിരച്ചിലിൽ ഒരു മൃതദേഹം കണ്ടെത്താൻ സാധിച്ചു എന്നുള്ളതാണ്. മുൻ മുഖ്യമന്ത്രിയായുള്ള പിണറായി വിജയനാണ് ഇപ്പോൾ ദുരന്ത ഭൂമിയിലെത്തി കാര്യങ്ങൾ നേരിട്ട് കണ്ട് മനസ്സിലാക്കി തിരികെ പോകാൻ ഒരുങ്ങുന്നത്. അദ്ദേഹത്തോടൊപ്പമുള്ളത് CPM സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള MV ഗോവിന്ദനും MV ജയരാജനും ആണ്. അതിനുശേഷം അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും മുഖ്യമന്ത്രിയുടെ ഒരു ഐക്യദാർഢ്യം ഈ ഒരു കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നു. മുഖ്യമന്ത്രി ഒരു ഐക്യദാർഢ്യവുമായിട്ടാണ് ഈ ദുരന്ത ഭൂമിയിൽ എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അദ്ദേഹത്തിന് കഴിഞ്ഞ വയനാട് ഉരുൾപൊട്ടലുണ്ടായപ്പോൾ, വയനാട് ദുരന്തമുണ്ടായപ്പോൾ പ്രവർത്തനങ്ങൾ കണ്ണിമ ചിമ്മാതെ ഏകോപിപ്പിച്ചൊരു വ്യക്തി കൂടിയാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ മാർഗനിർദ്ദേശങ്ങളെല്ലാം ഈ ഒരു ദുരന്തത്തിലും വലിയ പ്രയോജനകരമാകും എന്നൊരു പ്രതീക്ഷയാണ് സർക്കാരിനും അതുപോലെ തന്നെ ബന്ധപ്പെട്ട അധികാരികൾക്കും ഉള്ളത്. ഇതിന്റെ അടിസ്ഥാനത്തിലൊക്കെയാണ് ഇപ്പോൾ അദ്ദേഹം ഇങ്ങോട്ടേക്ക് എത്തിച്ചേർന്നിട്ടുള്ളതും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇതിനുശേഷം ഈ ചികിത്സയിൽ കഴിയുന്നവരെയും അതുപോലെ തന്നെ ക്യാമ്പിലുള്ളവരെയും സന്ദർശിക്കുമെന്ന കാര്യവും കൂടി അറിയിച്ചിട്ടുണ്ട്. അശ്വതി.